അഹമ്മദാബാദ് വിമാനാപകടത്തിൽ എയർ ഇന്ത്യയുടെ ഈ വിമാനത്തിൽ സൈബർ ഹാക്കിംഗ് നടന്നതായിട്ടൊരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സൈബർ ഹാക്കിങ്ങിനെ പറ്റി സൂചന നൽകിയത് ഊഹമാണത് എങ്കിലും വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു മുൻ പൈലറ്റാണ്. കാരണം ഇതിൻ്റെ സാഹചര്യ തെളിവ് പ്രകാരം ഇപ്പം ബ്ലാക്ക് ബോക്സിൻ്റെ റീഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അമേരിക്ക, ഇംഗ്ലണ്ട്, അതായത് ബ്രിട്ടൻ തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും വലിയ എക്സ്പേർട്ടുകൾ, ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ പ്രാപ്തിയുള്ള വിദഗ്ധന്മാർ ചേർന്ന് ആദ്യത്തെ മീറ്റിംഗ് കൂടി പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ ആൾക്കാരെയും വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ബോയിങ് കമ്പനിയുടെ. അപ്പോൾ എന്ന് മാത്രമല്ല, അടുത്ത സമയത്തായിട്ട് ഡ്രീം ലൈനർ ജെറ്റ് എന്നാണല്ലോ ഇതിന് പറയുന്നത്, ഡ്രീം ലൈനർ, ബോയിങ് ഡ്രീം ലൈനർ, അതിൻ്റെ 7 വിമാനങ്ങൾ നിലത്തിറക്കുകയല്ല, നിലത്ത് ഇടിച്ചിറക്കേണ്ടി വന്നിട്ടുണ്ട്. ഏതാനും മാസങ്ങൾ മുമ്പ് ബോയിങ് കമ്പനി തന്നെ സമ്മതിച്ചിട്ടുണ്ട്, അവരുടെ ഈ ടെക്നോളജി, ഏറ്റവും പുതിയ ടെക്നോളജിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അതിലെന്തോ ഒരു ചെറിയ പാകപ്പിഴ ഉള്ളതായി സംശയിക്കുന്നു. കാരണം അതിന് തൊട്ടു മുമ്പും ബോയിങ് എയർബസുകൾക്ക് ധാരാളമായിട്ട് അപകടങ്ങൾ സംഭവിച്ചിരുന്നു. അപ്പോൾ ഇത് സാമാന്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബോയിങ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 6-7 വിമാനങ്ങളിലെല്ലാം ലാൻഡ് ചെയ്യേണ്ടി വന്നത്, ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടി വന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ്. അവിടെ നമ്മൾ സംശയിക്കേണ്ടത് ബോയിങ് കമ്പനിയെ തന്നെ, സ്വകാര്യ കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ പരിശോധനകളൊക്കെ നടത്തേണ്ടത് ഏറ്റവും വിദഗ്ധന്മാർ നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. വിമാന കമ്പനി ഇത് അക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പരിശോധനയൊന്നും നടക്കാറില്ല, നല്ല പേരുള്ള ഒരു സ്ഥാപനം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ പരിശോധിക്കപ്പെടുക ഇതിൻ്റെ പഴക്കമാണ്. ഇതിപ്പോൾ 11 വർഷമാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ തകർന്ന വിമാനത്തിൻ്റെ പഴക്കം. നമ്മുടെ മറ്റു വാഹനങ്ങളെ പോലെ 15 വർഷം വരെ ഇത് ലോങ് റൂട്ടിൽ ഓടിക്കാൻ വേണ്ടി പര്യാപ്തമാണെന്നുള്ളതാണ് നമ്മുടെ ഈ റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു നിർദ്ദേശം. അതനുസരിച്ച് ഇത് തെറ്റൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഏതാണ്ട് 500 മീറ്റർ, സാധാരണയിലധികം ദൂരം, സാധാരണ 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇത് ടേക്ക് ഓഫിനുള്ള സ്പീഡിലാണ് ഇത് പറയുന്നത്, അല്ലാതെ റൺവേക്ക് റൗണ്ട് വയ്ക്കുന്നത് കൂടാതെ 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ഇത് ടേക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു ആക്സിലറേഷനിലെത്തും എന്നാണ് നമ്മൾ കരുതുന്നത്. അതിൻ്റെ ഒരു മൊമെൻറ്റം അതിന് കിട്ടുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇത് 500 മീറ്റർ അധികമായിട്ട് ഓടിയിരിക്കുന്നു. എങ്ങനെ നമ്മളിത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, അവിടെ ഈ വിമാനത്തിൻ്റെ ഫോട്ടോ ഒരു കുട്ടി എടുത്തിരുന്നു. അതിൻ്റെ 17 വയസ്സം കണ്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി എടുത്തു, അത് പരിശോധിച്ചു. അപ്പോൾ സാധാരണയിലധികം ദൂരം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ കൂടി ഇത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതൊരു പോരായ്മയാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെയാണ്, ഏതാനും സെക്കൻഡുകൾക്കുള്ളിലാണ് മേദേ മേദേ എന്നുള്ള സന്ദേശം വിമാനത്തിൻ്റെ കോക്പിറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് വരുന്നത്. അവിടെ എന്തോ ഒരു പാകപ്പിഴ സംഭവിച്ചു എന്ന് മനസ്സിലാക്കി തിരിച്ചു ചോദിച്ചു. ആ തിരിച്ചു ചോദിച്ചതിൻ്റെ ഉത്തരം കോക്പിറ്റിൽ നിന്ന് ലഭിച്ചില്ല. അപ്പോഴത്തേക്കും വിമാനം കത്തിക്കാളുകയായിരുന്നു. സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു. അവിടെ സംശയിക്കാവുന്ന ഒരു കാര്യം, പക്ഷികൾ വന്നിടിച്ചതാണ്. പക്ഷെ പക്ഷി വന്നിടിച്ചു കഴിഞ്ഞാൽ ഒരു എഞ്ചിന് കേട് സംഭവിക്കാം, അത് കംപ്ലീറ്റ്ലി ഡിസ്ഫങ്ഷനിലാവാം, ഫങ്ഷൻ ചെയ്യില്ല. പിന്നെ പക്ഷി വന്നിടിച്ചാൽ വലിയ അപകടം. അതുകൊണ്ട് അതാണ് ഇറച്ചിയൊന്നും വേസ്റ്റായിട്ട് വിമാനത്താവളത്തിനടുത്തിടരുത് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ പക്ഷി ഒന്നിടിച്ചു കഴിഞ്ഞാൽ ഒരു എഞ്ചിനെ കുഴപ്പം വരുന്നുള്ളൂ. വിമാനത്തിന് 2 എഞ്ചിനുണ്ട്. ഒരു എഞ്ചിൻ കേടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്റ്റാൻഡ് ബൈ എഞ്ചിൻ പ്രവർത്തനം ആരംഭിക്കും. ഓട്ടോമാറ്റിക്കാണ്, പെട്ടെന്ന് പ്രവർത്തനം ആരംഭിക്കും. ആ സംവിധാനമുണ്ട്. പക്ഷേ 2 എഞ്ചിനും പ്രവർത്തിക്കാതിരുന്നതായിട്ടാണ് നിഗമനം നടത്തുന്നത്. 2 എഞ്ചിനും അത് പോയി. ഈ 2 എഞ്ചിനും കൂടി ഒരുമിച്ച് പ്രവർത്തനരഹിതമാവുക എന്ന് പറയുന്നത് അസാധാരണവും അസ്വാഭാവികവുമായിട്ടുള്ളൊരു സംഭവം. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ 2 സംഭവം. അത് അസാധാരണ, ഇതിങ്ങനൊരു സംഭവം മുമ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് വളരെ സംശയകരമാണ്. കാരണം ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് വിമാനങ്ങൾ അധികവും അപകടത്തിൽപ്പെടുക. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് കത്തിക്കാളി പോവുക. ഇത് ടേക്ക് ഓഫും ചെയ്ത് ആ ഉയരം ആർജിക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ആ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൻ്റെ 2-3 നില കെട്ടിടമാണ്. അതിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്കും ഡാമേജ് സംഭവിച്ചിരിക്കും. വൃക്ഷങ്ങളുണ്ട് അവിടെ, വൃക്ഷത്തിൽ പക്ഷികളും ഉണ്ടാവും. പക്ഷികളിടിച്ചാലാണ് പറഞ്ഞത്, ഒരു എഞ്ചിൻ കൊണ്ട് അത് കയറിപ്പോവും. അത്ര സുരക്ഷിതത്വം എല്ലാ വിമാനങ്ങൾക്കും ഉണ്ട്. പക്ഷേ ഇവിടെ അത് പെട്ടെന്ന് സംഭവിച്ചു. മേഡേ എന്നുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ സേവ് അവർ സോൾസ് എന്നേ ഉള്ളൂ, അതിന് വേറെ അർത്ഥമില്ല. അപ്പോൾ എന്താണ് അപകടം എന്ന് ചോദിച്ചാലും മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ബ്ലാക്ക് ബോക്സ് ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനു മുമ്പ് ഈ വിദഗ്ധനായിട്ടുള്ള പൈലറ്റ് പറഞ്ഞ അഭിപ്രായം എന്ന് പറഞ്ഞാൽ,
വിമാനങ്ങളുടെ എല്ലാം ഓപ്പറേഷൻ ഇപ്പോൾ മെക്കാനിക്കലല്ല, ഇലക്ട്രിക്കലുമല്ല, മറിച്ച് പിന്നെന്താണ്, ഇലക്ട്രോണിക്കാണ്. ഈ ഇലക്ട്രോണിക് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പവും ആയാസരഹിതവുമാണെങ്കിൽ തന്നെ അതിനകത്ത് ചില പഴുതുകളുണ്ട്. അതിവിദഗ്ധനായിട്ടുള്ള ഒരു സൈബർ കുറ്റവാളിക്ക് അത് ഹാക്ക് ചെയ്യാനും അതിലേക്ക് കടന്നു കയറി അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്താനും കഴിയും. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എൻജിൻ പോയി കഴിഞ്ഞാൽ മറ്റേ എൻജിൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പൈലറ്റുമാരുണ്ടാവും, കോ പൈലറ്റും മെയിൻ പൈലറ്റും. അവരിൽ ഒരാൾക്കൊരു സമയം വേണ്ടി വരും. ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളും, പക്ഷേ അതിന് മുമ്പ് അതിൻ്റെ ഒരു സ്വിച്ച് അമർത്തേണ്ടി വരും. ഇലക്ട്രോണിക്കലായിട്ടാണല്ലോ ഓപ്പറേഷൻ. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പം പിന്നെ നമുക്കറിയാമല്ലോ ഡിലീറ്റ് ബട്ടൺ അമർത്തണം, സ്പേസിൻ്റെ ബട്ടൺ, ആ ബട്ടൺ അമർത്തേണ്ട ഒരു സമയം, ബട്ടൺ അമർത്തുന്ന സമയത്തിന് മുമ്പ് സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു കൈകടത്തൽ നടന്നിട്ടുണ്ട്. ബട്ടൺ തീർച്ചയായിട്ടും അമർത്തിയിരിക്കും, കാരണം 2 പേരും സജീവമാണ്. ടേക്ക് ഓഫ് ചെയ്യുന്നവരെ അവർ ഉറങ്ങിയിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ സജീവതയോടെ ഇരിക്കുമ്പോൾ അവർക്കിത് രക്ഷിച്ചെടുക്കാനുള്ള ഒരു പഴുത് നഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എൻജിനിലേക്ക് ചേഞ്ച് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ആ ചേഞ്ച് ഓവർ സിഗ്നലിൽ അല്ലെങ്കിൽ ബട്ടണിൽ പ്രവർത്തനരഹിതമാവുന്ന രീതിയിലുള്ള ഒരു ഹാക്കിംഗ്. ബാക്കിയെല്ലാം ഓക്കെയാണ്, ടേക്ക് ഓഫിൻ്റെ എല്ലാം ഓക്കെയാണ്. അതിൻ്റെ ഒരു ഫങ്ഷൻ അവിടെ ഇല്ലാതാക്കിയിരിക്കും, നിഷ്ഫലമാക്കിയിരുന്നു. കാരണം പ്രവർത്തിക്കാത്ത രീതിയിൽ അങ്ങനെ ആക്കി കളഞ്ഞിരിക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും അങ്ങനെയൊക്കെ ചിലത് ഡിസ്ഫങ്ഷനിലായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ബോയിങ് സീരീസ് അല്ല ഇപ്പോൾ വളരെയധികം പരിശോധനയിലാണ്. ഈ ഒരു ബോയിങ് സീരീസിലെ ഈ ഒരു വിമാനത്തിനെ പോലുള്ള മറ്റുള്ള ചില വിമാനങ്ങൾക്കും ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഹോങ്കോങ്ങിലേക്കാണെന്ന് തോന്നുന്നു ഒരു എയർ ഇന്ത്യയുടെ ഇതേ സീരീസിലുള്ള ഒരു വിമാനത്തിനും തകരാറ് കണ്ടെത്തി അവർ തിരിച്ചിറക്കേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരുപക്ഷെ ഇത് ഇത്തരത്തിലുള്ള സാറ് പറഞ്ഞതുപോലുള്ള ഹാക്കിംഗ് മറ്റെന്തെങ്കിലും ഈ ഒരു ടാറ്റയുടെ ഈ ഒരു സീരീസ് വിമാനങ്ങളിൽ നടക്കാൻ സാധ്യതയില്ല. മറ്റെല്ലാ സാധ്യതകളും സീറോയാണ്. പൈലറ്റിൻ്റെ പരിചയക്കുറവ് കൊണ്ട് സംഭവിക്കുക, അത് പാനിക്കായിട്ട് എവിടെയെങ്കിലും വേറെ സ്വിച്ചൊക്കെ തട്ടിപ്പോവാം. പക്ഷേ എക്സ്പീരിയൻസ്ഡും പ്രൊഫഷണലുമായിട്ടുള്ളൊരു പൈലറ്റ് ചിലർ പറയുന്നുണ്ട് ഗിയർ മാറി, മറ്റേ ഫ്ലൈങ് ഗിയറിന് പകരം ഗിയർ മാറ്റി പുള്ളി പ്രവർത്തിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഇതും വരുന്നുണ്ട്. അതിന് അത് ശരിയാണ്, ശരിയായിട്ടുള്ളൊരു പോയിൻ്റാണ്. പക്ഷേ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ പൈലറ്റ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പ്രവർത്തിക്കുന്ന റിഫ്ലക്സ് ആക്ഷനാണ്. നമ്മളിപ്പോൾ കാറ്, നല്ല പരിചയമുള്ളൊരു കാറ് ഓടിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ ഓർത്തെടുത്തല്ല ഇതിൻ്റെ, അപ്പോൾ നോക്കുക, ഓർത്തെടുത്താണോ നമ്മൾ ബ്രേക്ക് ഇടുന്നത്? ആണോ? കുറുകെ എന്തെങ്കിലും ഒരു കന്നുകാലിയോ ആളോ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആക്ഷൻ നടക്കുന്നത്? റിഫ്ലക്സ് ആണ്, റിഫ്ലക്സ് ആക്ഷനാണ്, ബുദ്ധിയല്ല. ബുദ്ധിയിൽ ചിന്തയൊന്നുമില്ല, നമ്മൾ റിഫ്ലക്സ് ആക്ഷനാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ നിലത്തേക്ക് വീഴാൻ നോക്കുമ്പോൾ കൈ കുത്തുന്നു, നമ്മൾ അറിഞ്ഞുകൊണ്ടാണ്. കൈ കുത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? നമ്മൾ അറിയുന്നതേ ഇല്ല, കൈ നേരെ തറയിലോട്ട് പോകും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. അതുപോലെ ഇങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു പൈലറ്റ് ആകുമ്പോൾ അയാളുടെ റിഫ്ലക്സുകളായിരിക്കും അയാളെ കൺട്രോൾ ചെയ്യുന്നത്. അപകടത്തിൽ പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ വഴി ഇങ്ങനെ കാലല്ലെങ്കിൽ കൈ, ഇവിടെ കാല അല്ല കൈയാണ്, ആ കൈ ആക്ഷനിലേക്ക് അങ്ങ് പൊയ്ക്കോളും. ഒരു മസ്കുലർ ആക്ഷനാണ്. ഈ മസിൽസിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ബ്രെയിൻ അല്ല, മറിച്ച് നമ്മുടെ സ്പൈനൽ കോഡാണ്. സ്പൈനൽ കോഡ് വഴിയുള്ള ആക്ഷനാണ് നമ്മൾ ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ആ റിഫ്ലക്സുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മനസ്സിലായോ? പ്രവർത്തിച്ചിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അത് പ്രവർത്തിച്ചിരിക്കും. ഏതൊരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും അല്ലെങ്കിൽ ഒരു എന്താ പറയുക നിർമ്മിത ബുദ്ധിയേക്കാളും കൂടുതൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനേക്കാളും കൂടുതൽ കാര്യക്ഷമമാണ് നമ്മുടെ ബ്രെയിൻ. അതിന് കപ്പാസിറ്റി ഉള്ളവരെ മാത്രമേ പൈലറ്റായിട്ട് സെലക്ട് ചെയ്യൂ. ഇതെല്ലാം പരിശോധിച്ച് സെലക്ട് ചെയ്യൂ. തന്നെയല്ല, ഇയാൾ 3000-ലധികം കിലോമീറ്റർ വിമാനം പറപ്പിച്ചിട്ടുള്ള മിടുക്കനായ പൈലറ്റാണ്. പൈലറ്റുമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആളുമാണ്. അപ്പോൾ അങ്ങനെ തെറ്റ് സംഭവിക്കാനിടയില്ല. അങ്ങനെ അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ വേറൊരാൾ അവിടെ ഇരിപ്പുണ്ട്, 2 പേരുണ്ട്, മറ്റേ കറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ 2 പേരും കൂടെ നടത്തിയ ഗൂഢാലോചനയായിരിക്കും, അവർ മരിക്കാൻ വേണ്ടി അവരങ്ങനെ ചെയ്യും. അങ്ങനെ ഒരിക്കലും. മാത്രമല്ല ഇത് മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ദേശീയ വാർത്താ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആ സമയത്ത് കുറെ കോളുകൾ പാകിസ്ഥാനിലേക്ക് പോയെന്നും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന കോളുകളായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയൊക്കെ NIA കൂടി ഇതിനകത്ത് അന്വേഷണത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ എന്നെ അന്വേഷിക്കണമെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒക്കെ ഇപ്പോൾ കൈകടത്തലുകൾ, ഇപ്പോൾ ഹാക്കിംഗ് സംബന്ധമായിട്ടൊക്കെ ഇതൊക്കെ നമ്മൾ സ്ഥിരീകരിക്കാൻ പറ്റുന്നത്. കാരണം ഒരു ബോയിങ് സീരീസുള്ള പല വിമാനങ്ങൾക്കും ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയെങ്കിൽ മറ്റേതോ ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന് നമുക്ക് അവസാനം നിരൂപിച്ചൂടെ? തീർച്ചയായിട്ടും വേണം, സംശയിക്കണം. കാരണം പഹൽഗാം കഴിഞ്ഞ ഉടനെയാണ് ഈ അപകടം ഉണ്ടായത്. അതെ, ഇത്രയും അപ്പോൾ വൈരനിര്യാതന ബുദ്ധിയോടെ ഭീകരവാദികൾ തന്നെ ചെയ്ത നമ്മൾ തുടരെയുള്ള കപ്പൽ അപകടങ്ങൾ, കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഇതുവരെ ഉണ്ടാകാത്ത രീതിയിൽ കപ്പലിന് അപകടം പണ്ടും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ തുടരെ ഉണ്ടാകുന്നു. അതൊക്കെ വളരെ സംശയകരമാണ്. ഹെലികോപ്റ്റർ ദുരന്തം ഉണ്ടാകുന്നു. അത് നമ്മുടെ പുണ്യസ്ഥലങ്ങൾക്ക് അടുത്ത് വെച്ച് തന്നെ മുഴുവൻ എന്തെങ്കിലും ഹാക്കിംഗ് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പം സാറ്റലൈറ്റിലൂടെ ഒക്കെ പോകുന്നതാണ് പല ഈ പറഞ്ഞുള്ള കണക്ഷൻസ് ഒക്കെ. അപ്പം ഇത്തരത്തിലുള്ള ഹാക്കിങ്സ് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട്, കാരണം ചൈനയിൽ കുറെ ബിരുദന്മാരുണ്ട്, വമ്പന്മാരുണ്ട്. ഏത് രീതിയിലും അവന്മാർ ഈ ഒരു സാങ്കേതിക വിദ്യയിൽ ഒരു പക്ഷേ കുറച്ചൊക്കെ അധികം മുന്നിൽ നിൽക്കുന്നവരാണ്. ഇതിലൊക്കെ കുറച്ച് കുരുട്ട് ബുദ്ധികളുള്ളവരാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മുടെ രാജ്യത്തിൽ ഇത്തരത്തിലുള്ള ഹാക്കിംഗ് സംഗതികൾ ഇപ്പം നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അങ്ങനെ ക്രൂരമായിട്ട് ചെയ്തു കളയാം. കാരണം മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം തോറ്റു തുന്നം പാടിയ കൗരവ സേനയ്ക്ക് വേണ്ടി അശുദ്ധമാവ് ചെയ്തതുപോലെ അവിശുദ്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗർഭസ്ഥ ശിശുവിനെ വരെ കൊല്ലുന്ന തരത്തിലുള്ള ഒരു ആക്രമണം, ഭീരുത്വത്തിൻ്റെ ഒരു പ്രതിഫലനമാണത്. അത് ചെയ്തിരിക്കാൻ ചിലപ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല നമ്മുടെ സാഹചര്യം അനുസരിച്ച്. തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ എത്തും. എന്താണ് നടന്നിട്ടുള്ളതെന്ന് കണ്ടെത്തും. അത് ഓപ്പറേഷൻ സിന്ദൂർ അവിടെ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യും വീണ്ടും, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് അവസാനം വന്ന് നിൽക്കുന്ന ഒരേ ഒരു പഴുതെന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മളിതിലെ എക്സ്പെർട്ടുകളൊന്നും അല്ല, വെറും മിയർ ജേർണലിസ്റ്റ്. വി ആർ ജാക്ക് ഓഫ് ആൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളിത് പൈലറ്റ് പറഞ്ഞത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സാധ്യത, ഇതിനെപ്പറ്റി എക്സ്പെർട്ട് ആയതുകൊണ്ട് പറയുകയല്ല, ആ ഒരു സാധ്യത മാത്രമേ ഇപ്പോൾ ബാക്കി നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.